ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കിയേ, നമ്മുടെ എല്ലാ മെഷീനിലുള്ള ഒരു പ്രോബ്ലമാണ് സ്റ്റിച്ചിങ്. നമ്മുടെ ബനിയൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് പിടിക്കാത്ത ഒരു ഘട്ടം വരുന്നത് കണ്ടോ. ഈ സ്റ്റിച്ചിങ് ഒരു ബോറായിട്ടിരിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ചിങ്ങിനെ എങ്ങനെ നമുക്ക് സാധാ ഒരു സ്റ്റിച്ചിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന രീതിക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അടുത്തത്, അപ്പോൾ നമുക്കൊരു പേപ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഭാഗത്തോട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്കൊരു പേപ്പർ വെച്ച് കൊടുത്ത് അതിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ആവുമ്പോൾ സാധാ നോർമലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൽ അടി സ്റ്റിച്ചിങ്, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നോർമലായിട്ട് തന്നെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പോവാം. സാധാ നമ്മൾ കോട്ടണിലൊക്കെ ചെയ്യണ പോലെ തന്നെ സാധാ പോലെ തന്നെ നമുക്ക് സ്റ്റിച്ചിങ് നല്ല നീറ്റായിട്ട് കിട്ടും. ഇത് ഫുള്ളായിട്ട് അങ്ങ് റൗണ്ടിൽ മടക്കി തയ്ക്കുക. ഇപ്പോൾ കണ്ടോ, അതങ്ങനെ മടക്കി തയ്ച്ചതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്റ്റിച്ചിങ് കണ്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി ബനിയൻ ക്ലോത്തിൽ. പിന്നെ ജംപ് സ്യൂട്ട് നമുക്ക് ടോപ്പാക്കുന്ന രീതിയും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ താഴോട്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതൊരു ടോപ്പായിട്ട് യൂസ് ചെയ്യാം. ജംപ് സ്യൂട്ട് വെക്കാനും ഇട്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പ്ലീസ് ഒന്ന് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് ലഭിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.